പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്ന നക്ഷത്ര ജാതകർ ഇന്നല്ലെങ്കിൽ നാളെ സാമ്പത്തികമായിട്ട് പുരോഗതിയിൽ എത്തുന്ന നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ ധനയോഗം കൂടെ തന്നെയുള്ള ഈ നക്ഷത്ര ജാതകർക്ക് അതിനുള്ള പല മാർഗങ്ങളും തെളിഞ്ഞു വരികയാണ്. ഇതിനെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ കൂടുതലായിട്ടൊന്ന് പങ്കുവെക്കാം. അതിനു മുൻപ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം. അത്തം നക്ഷത്ര ജാതകരെക്കുറിച്ച് തന്നെയാണ് ആദ്യം പറയാനുള്ളത്. ജീവിതത്തിൽ ധാരാളം സാമ്പത്തിക പുരോഗതികൾ കൈവരിക്കാൻ സാധ്യതയുള്ളൊരു നക്ഷത്ര ജാതകർ തന്നെയാണ് അത്തം നക്ഷത്ര ജാതകർ. ഇവർക്ക് അതിനുള്ള പല മാർഗങ്ങളും ഈ സമയത്ത് ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. കടം കൊടുത്തിട്ട് തിരികെ കിട്ടില്ല എന്ന് കരുതിയിരുന്ന ധനം പോലും ലഭിക്കാനുള്ളൊരു ഭാഗ്യമാണ് ഈ സമയത്ത്. ഈ നക്ഷത്ര ജാതകർക്കും ഇവരുടെ സഹോദരങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. മക്കളെ കൊണ്ടുള്ള ആദി കുറഞ്ഞു തുടങ്ങും. കുറേയൊക്കെ കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. തർക്ക വിഷയങ്ങളിൽ വിജയം വരിക്കും. ആദരവും അംഗീകാരവും ലഭിക്കും. വലിയ ദുഃഖ അനുഭവങ്ങൾ ഒഴിഞ്ഞു പോകും. കൂടുതൽ യാത്രകൾ വേണ്ടിവരും. ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. സുഖ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. അവിചാരിതമായിട്ട് ധനം വന്നു ചേരും. തലവേദന, ചെവിവേദന, കാൽപാദങ്ങൾ വീണ്ടുകീറുക ഇവയ്ക്ക് സാധ്യതകൾ കൂടുതലാണ്. ശരീരക്ഷീണവും കണ്ണുകൾക്ക് കാഴ്ചക്കുറവും ഉണ്ടാകുമെങ്കിലും അത് ചികിത്സ വഴി ഭേദപ്പെടും. തൊഴിൽ രംഗത്ത് നിന്നുള്ള വരുമാനം വർദ്ധിക്കും. ഈ സമയത്ത് തൊഴിലിനായിട്ട് കൂടുതൽ ധനം മുടക്കിയാൽ അത് ഇരട്ടിയായിട്ട് തിരികെ ലഭിക്കാനുള്ളൊരു സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരാർത്ഥം സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾ പൊടി ചാർത്തി സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ചോതി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ധനാഗമങ്ങളും പലവിധ ഐശ്വര്യ അനുഭവങ്ങളും ഉണ്ടാകും. വീട്ടിൽ സ്വസ്ഥമായ അന്തരീക്ഷം സംജാതമാകും. മനസ്സിൽ ദുഷ്ചിന്തകൾ കുറഞ്ഞു തുടങ്ങും. സ്ഥാനക്കയറ്റം ലഭിക്കും. അധികാരസ്ഥാനങ്ങളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാകും. വാക്കുദോഷം കൊണ്ട് ശത്രുക്കൾ കൂടുതലാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സുഗന്ധദ്രവ്യങ്ങൾ, പുതിയ വസ്ത്രങ്ങൾ, അലങ്കാര വസ്തുക്കൾ തുടങ്ങിയവ ലഭിക്കും. തൊഴിൽ രംഗം വളരെ അനുകൂലമായിട്ട് ഭവിക്കും. മക്കളെ കൊണ്ടുള്ള മനോവിചാരം കുറഞ്ഞു തുടങ്ങും. മക്കൾക്ക് ദൂരസ്ഥലങ്ങളിൽ ജോലി കിട്ടാൻ ഇടയുണ്ട്. പൊതുവെ കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ഉപാസനകൾക്ക് ഭംഗം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അയൽക്കാരുമായിട്ട് കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഈ സാഹചര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. ഇവർ ദോഷപരിഹാരാർത്ഥം ദുർഗാക്ഷേത്രത്തിൽ വനദുർഗ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അനിഴം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞൊരു അന്തരീക്ഷമാണ് ഈ കാലഘട്ടത്തിൽ ഇവർക്കുണ്ടാകുക. മനോവിചാരങ്ങൾക്കൊക്കെ കുറവ് വന്നു തുടങ്ങും. എല്ലാവരോടും ഉള്ള കലഹ മനോഭാവം കുറഞ്ഞു തുടങ്ങും. ധനനേട്ടങ്ങൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട്. വ്യായാധിക്യം ഒഴിഞ്ഞു തുടങ്ങും. എല്ലാ പ്രതിസന്ധികളെയും നിശ്ചയദാർഢ്യത്തോടുകൂടി നേരിടാനും ജീവിതത്തിൽ ഒരുപാട് മുന്നേറ്റം നടത്താനും ഈ സാഹചര്യത്തിൽ ഇവർക്ക് സാധിക്കുന്നതാണ്. സുഖസൗകര്യങ്ങൾ അനുഭവിക്കാൻ കൂടുതൽ യോഗം കാണുന്നുണ്ട്. നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രീതി നേടാൻ ശ്രമിക്കും. കാര്യതടസ്സങ്ങൾ അകന്നു തുടങ്ങും. ജീവിതം തന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുന്നവർക്ക് പുതിയൊരു വഴിത്തിരിവ് കൂടി ജീവിതത്തിൽ ഉണ്ടാകുന്ന കാലഘട്ടമാണ് വരുന്നത്. അതുപോലെ തന്നെ ശരീരക്ഷീണം കുറഞ്ഞു തുടങ്ങും. വഞ്ചനയിൽപ്പെടാതെ ശ്രദ്ധിക്കണം. ദാമ്പത്യ പ്രശ്നങ്ങൾ കുറഞ്ഞു തുടങ്ങും. തീപ്പൊള്ളൽ, വീഴ്ച ഇവ ശ്രദ്ധിക്കണം. അസമയത്തെ ഭക്ഷണം ഒഴിവാക്കണം. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സമയമാണ്. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങളും മാറിക്കിട്ടും. ഇവർ ദോഷപരിഹാരാർത്ഥം ഗണപതി ഹോമം നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.
ഇനി ഉത്രാടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും ബന്ധങ്ങൾ നല്ല നിലയിലായിരിക്കാത്തത് ചില സഹായങ്ങൾ കുറയാൻ സാധ്യതകൾ കൂടുതലാണ്. ഈ കാലഘട്ടത്തിൽ ചിലവുകളൊക്കെ നിയന്ത്രിച്ചില്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. ശരീരക്ലേശങ്ങൾ മാറി ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ സാധിക്കും. യാത്രകൾ കൊണ്ട് പ്രയോജനം ഉണ്ടാകും. പല പ്രകാരത്തിലുള്ള അനർത്ഥങ്ങളും മാറിത്തുടങ്ങും. ചെയ്യുന്ന പ്രവൃത്തികൾ വിജയത്തിലാകും. ബന്ധുജനങ്ങളോടുള്ള കലഹം കുറഞ്ഞു തുടങ്ങും. കാര്യസാധ്യത്തിനായി ഓഫീസിലും മറ്റു പോകുമ്പോൾ സംസാരത്തിൽ സംയമനം പാലിക്കണം. നാൽക്കാലി വളർത്തലിൽ കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം. തൊഴിൽ സ്തംഭനത്തിൽ നിന്ന് കരകയറും. സാമ്പത്തിക രംഗം ഉയർന്നും താഴ്ന്നും ഇരിക്കും. വീട്ടിലെ അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങും. കഴുത്തിന് മുകളിലുള്ള അംഗങ്ങളിലെ അസുഖങ്ങൾ കൂടുതലാകാതെ ശ്രദ്ധിക്കുക. വിവാഹ ആലോചനകൾ ഫലവത്താകുന്ന സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമന്ത്രസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അവിട്ടം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. ധനസമ്പത്ത് വർദ്ധിക്കാനുള്ള എല്ലാ ഭാഗ്യവും ഇവർക്കൊപ്പമുണ്ട്. തൊഴിൽ രംഗം പുഷ്ടിപ്പെടും. ധനലാഭങ്ങൾ ഉണ്ടാകും. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. പുതിയ വീടിനായിട്ട് ശ്രമിച്ചാൽ സാഹചര്യം അനുകൂലമാണ്. കടമുറികൾ പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങളും ലഭിക്കും. സുഖ അനുഭവങ്ങൾ കൂടുതലായിട്ട് ലഭിക്കാൻ യോഗമുണ്ട്. ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് കുറവ് കണ്ടു തുടങ്ങും. ശരീരത്തിൻ്റെ ബലക്കുറവിന് ഒരു മാറ്റം തോന്നും. അപമാനം ഏൽക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് മുക്തി നേടും. വാക്കുദോഷം കൊണ്ട് മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പൊതുവെ കാര്യസാധ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് അനുഭവിക്കുന്ന സമയമാണ് ഇനി വരാനിരിക്കുന്നത്. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. ചില അകന്ന ബന്ധുജനങ്ങൾക്ക് ദുഃഖ അനുഭവങ്ങൾക്കിടയുണ്ട്. ചെലവുകളെക്കുറിച്ച് ദുഃഖിക്കാതിരിക്കുക. പൊതുപ്രവർത്തകർക്ക് അംഗീകാരം ലഭിക്കും. സൽക്കർമ്മങ്ങൾക്ക് ഫലം ഇരട്ടിക്കും. രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, അർശോരോഗം ഇവ ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരാർത്ഥം ശിവന് നിവേദ്യസഹിതം ധാരയും കൂവളമാലയും ചാർത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പല വിധത്തിലുള്ള അനർത്ഥങ്ങൾ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയാൻ പോകുകയാണ്. സ്വജനങ്ങൾ തന്നെ അപവാദം പറയുന്ന സാഹചര്യത്തിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അപമാനിതരായവർ ഇനി തലയുയർത്തി നിൽക്കുന്ന സാഹചര്യം കൂടിയാണ് ഈ നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത്. ദൂരദേശ യാത്രകൾക്ക് കാത്തിരിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാകും. സ്വജനങ്ങളോട് വേർപെട്ട് കഴിയേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ചില വിശേഷപ്പെട്ട ഭാഗ്യ അനുഭവങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരും. പൊതുപ്രവർത്തകർ കൂടുതൽ ശ്രദ്ധിക്കണം. കാര്യതടസ്സങ്ങൾ ഉണ്ടാകും. ബന്ധുജന സഹായം ലഭിക്കും. തൊഴിൽ സ്ഥലത്തും വീട്ടിലും അഗ്നിബാധ, യന്ത്രങ്ങളും ഗൃഹ ഉപകരണങ്ങളും കേടാകുക തുടങ്ങിയവയ്ക്ക് സാധ്യതകളുണ്ട്. പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും കുറേയൊക്കെ ഫലം ലഭിക്കും. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ നീങ്ങിവരും. തൊഴിൽ രംഗം സമാധാനപരമായിരിക്കും. പുതിയ സംരംഭങ്ങൾ, പ്രത്യേകിച്ച് സൗന്ദര്യവർദ്ധന വസ്തുക്കൾ, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, അലങ്കാര വസ്തുക്കൾ, പാലും പാൽ ഉൽപ്പാദനങ്ങളും തുടങ്ങിയവയുടെ വ്യാപാരം നല്ലവണ്ണം നടക്കുന്നൊരു സാഹചര്യം കൂടിയാണ്. ഈ കാലഘട്ടത്തിൽ ആരോഗ്യം ശ്രദ്ധിക്കാൻ ഒന്ന് നോക്കുക. ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിൽ ആപതുദ്ധാരണ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി രേവതി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവർക്ക് ഭാഗ്യ അനുഭവങ്ങളുടെ ദിവസങ്ങളാണ് നിലവിൽ കാണുന്നത്. തൊഴിൽ രംഗം മെച്ചപ്പെടും. ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാൻ പറ്റും. അലച്ചിലും ബുദ്ധിമുട്ടുകളും കുറഞ്ഞു തുടങ്ങും. ബന്ധുജനങ്ങൾക്ക് ആപത്തുകളിൽ നിന്ന് മോചനം ലഭിക്കും. ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും. കളത്ര സുഖം ഉണ്ടാകും. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ സാധിക്കും. പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും നല്ല പെരുമാറ്റത്തിലൂടെ ജനപ്രീതി നേടാനാകും. വായുകോപം, പ്രമേഹം, ചെവിയുടെ ബാലൻസ് തെറ്റിയുള്ള തലചുറ്റൽ തുടങ്ങിയവയൊക്കെ സൂക്ഷിക്കണം. പഴകിയ ഭക്ഷണത്തിൽ വിഷം കലരാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നല്ല സമയമാണ്.
ഗൃഹനിർമ്മാണം പെട്ടെന്ന് നടക്കും. കച്ചവടങ്ങൾ നല്ലവണ്ണം നടക്കുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ജയദുർഗ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.